നമുക്ക് മനസ്സിലാക്കാം വി ഡി സതീശൻ എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഒരു അനുകൂല നിലപാട് സി പി എമ്മിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കോ അനുകൂല ഭരണപക്ഷത്ത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ നേതാക്കൾക്കും അനുകൂലമായിട്ട് അവർ പറയുന്നതിന് റാൻ മൂളിയിട്ട് എന്തെങ്കിലും ഇദ്ദേഹം സംസാരിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അല്ല പ്രവർത്തകർ എതിർക്കണം. എന്തിനാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് എതിർക്കുന്നത്? അദ്ദേഹം ഒരു വരി കൊണ്ടുപോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ പ്രസരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഐഡിയ എങ്കിലും ഒരു തരത്തിലും കോൺഗ്രസിനും മുന്നണിക്കും ക്ഷീണമുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അടുത്ത തവണ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടം, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള വർത്തമാനം മറ്റെന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണ് ഇദ്ദേഹത്തിന് തന്നെ പാർട്ടിക്കാരെന്ന് പറയുന്ന ആളുകൾ ചീത്ത വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു വർഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ തവണ പറയുകയാണ് ഈ ബുൾജിറ്റിൻ്റെ ഫാൻസ് പോലെയാണ് ഇവരിത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇവരിൽ കുറേ ആളുകൾ ബി ജെ പിയിലോ സി പി എമ്മിലോ അപ്പുറത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിച്ചേരും. കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർ മറ്റെന്തോ ഈ പറയുന്ന ഈ എം എൽ എയുടെ കുഴപ്പങ്ങളിലെ ചില അംശങ്ങൾ അവർക്ക് കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം അവരിങ്ങനെ ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതാണ് എനിക്ക്. അത് മാത്രമല്ല, ഇതിപ്പോൾ വി ഡി സതീശനെതിരെ മാത്രമല്ല ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ വനിതാ നേതാക്കൾക്കെതിരെ എല്ലാ ആക്രമണമുണ്ടായി, ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ആക്രമണമുണ്ടായി, ഇവിടെ ഷാനിമോൾ ഉസ്മാനെതിരെ ആക്രമണമുണ്ടായി, ഇവിടെ ഉമാ തോമസിനെതിരെ ആക്രമണമുണ്ടായി. ഇവരൊക്കെ ഇവർക്ക് നിലപാട് സ്വീകരിച്ചു. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ഇത് പകൽ പോലെ വ്യക്തമായ തെളിവുകളാണ് വന്നത് നമുക്ക് മുന്നിലേക്ക്. ഈ തെളിവുകൾക്കപ്പുറം ഈ കാര്യങ്ങൾ നന്നായി അറിയാവുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകരും അല്ലേ? മാധ്യമങ്ങൾക്ക് പോലും ഈ കാര്യങ്ങളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. അതിപ്പം നിയമപരമായി അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ഹൂ കേസ് എന്ന് വീണ്ടും പറഞ്ഞാൽ അടുത്ത പരാതി വരും. കാരണം അത് അയാൾക്കറിയാവുന്നതുകൊണ്ടാണ് മിണ്ടാത്തത്. കാരണം അത്രമേൽ ആളുകൾ, അയാൾക്കറിയാമല്ലോ ആരൊക്കെയാണെന്ന്, അത്രമേൽ ആളുകൾ ഈ ചലനങ്ങൾ അയാൾ ഇതുവരെ ആ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല. ആ വിഷയത്തിൽ ഞാൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ആദ്യ മാധ്യമങ്ങളെ കണ്ടപ്പം ഞാൻ ഈ കാര്യത്തിലെല്ലാം മറുപടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് ഞാൻ എല്ലാം പറയാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞു. അതായത് പറയാൻ പറ്റില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് വാസ്തവം. ഇത് തിരിച്ചറിയുന്നുണ്ട് വി ഡി സതീശനും. ഈ തെളിവുകളെല്ലാം വി ഡി സതീശനും അറിയാം. വി ഡി സതീശൻ പിന്നെ ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കണോ? ഞാനറിയാവുന്ന വി ഡി സതീശൻ അങ്ങനെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല. എന്തായാലും അത് പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൂളിഗൻസ്, അതായത് ആരെയൊക്കെ ഈ പറയുന്ന ഉമാ തോമസിനെയും ഈ ഷാനിമോൾ ഉസ്മാനെയും എല്ലാം ആക്രമിച്ച അതേ ഹൂളിഗൻസ് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ പിന്നാലെയും കൂടിയിരിക്കുന്നത്. അവർ മാത്രമല്ല, ഈ ചില മറുനാടൻ ബാധിത യൂട്യൂബ് ചാനലുകളുണ്ട്. അത്തരം യൂട്യൂബ് ചാനലുകളെല്ലാം അവരും ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെ എങ്കിലും പ്രേരണയാലോ അല്ലെങ്കിൽ പണം പറ്റിക്കൊണ്ടോ വി ഡി സതീശനെതിരെ ആക്രമണവുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിനൊപ്പം, കോൺഗ്രസ് പ്രസ്ഥാനം അതിനൊപ്പം നിൽക്കില്ല, കോൺഗ്രസിൻ്റെ അണികളും അതിനൊപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്.